ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗും മട്ടർ മസാലയാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ എഗ്ഗും മട്ടർ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കൊച്ചു ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ഗ്രാമ്പും 3 ഏലക്കായും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. 2 മീഡിയം സൈസ് സവോളയാണ് ഞാൻ അരിഞ്ഞു കൊടുത്തേക്കുന്നത്. സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഈ മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നമ്മൾ ഈ ഫ്രോസൺ ഗ്രീൻ പീസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രോസൺ അല്ലാത്ത ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കുതിർത്തിയിട്ട് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ ഗ്രീൻ പീസ് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തൈര് ചേർത്ത് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കശുവണ്ടി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 കശുവണ്ടി ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്തിയിട്ടാണ് അരച്ചെടുത്തേക്കുന്ന പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ കശുവണ്ടിയുടെ പച്ചച്ചുവയൊക്കെ മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം.
വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കറിയൊക്കെ ഒന്ന് തിളച്ചൊന്ന് കുറുകി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് പുഴുങ്ങി വെച്ചേക്കുന്നത്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ മുട്ട പുഴുങ്ങിയത് 2ആയിട്ട് മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, എന്നാലേ ആ മുട്ടയിലെ ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് പിടിക്കുകയുള്ളൂ. അതിനുശേഷം ഈ മുട്ടയിലേക്ക് നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ മസാലയെല്ലാം മുട്ടയിൽ നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇത് ഇങ്ങനെ വെക്കുന്നത്. നമ്മുടെ മുട്ടയും ഗ്രീൻ പീസും എല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റായി. ആ മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി, ഇല്ല എങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. നല്ല ടേസ്റ്റിയായ എഗ്ഗ് മട്ടർ മസാല റെഡിയായി. അതിനെ ഒരു സർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്